ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാനലിലൂടെ ചെയ്യേണ്ട കാര്യം കുറച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകൾ രണ്ട് തരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധാരണകൾ നമുക്ക് ഇതിലൂടെ മാറ്റാനുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സമൂഹത്തെ രണ്ടായിട്ട് ഭാഗിച്ച് നോക്കാം. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. അല്ലാത്തൊരു സമൂഹമുള്ളത് എങ്ങനെയാണ്? സ്റ്റോക്ക് മാർക്കറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പുറത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അങ്ങനെ രണ്ട് വിഭാഗം. അതൊന്ന് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെടുന്ന ആളുകളും, ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് യാതൊരു ബന്ധമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് രണ്ടാളുകൾക്കും, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതേപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പുറത്തു നിന്ന് നോക്കി കാണുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഈ രണ്ട് തെറ്റിദ്ധാരണകൾ ആദ്യമായിട്ട് നമുക്കൊന്ന് മാറ്റാം. ആദ്യം നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പുറത്തു നിന്ന് ആളുകളോട് പറയാനുള്ള കാര്യം പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്ന സ്ഥലമോ, അല്ലെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് ഏരിയ ഒന്നുമല്ല. ഇതൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ കാണുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ബിസിനസ്സും, നിങ്ങളത് കൃത്യമായ ധാരണകളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന, നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇതൊരിക്കലും ഒരു ഇല്ലീഗൽ സംഭവമോ ഒന്നുമല്ല. ഗവൺമെൻറ്, നമ്മുടെ സർക്കാരുകൾ അനുവദിച്ചുകൊണ്ടുള്ള, ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നല്ലൊരു ബിസിനസ്സാണ്. എന്നാൽ നിങ്ങൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളുകളിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയ ആളുകൾ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സമൂഹത്തിൽ നിങ്ങൾ ഒരു 25 വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പോ സംഭവിച്ച ഏതെങ്കിലും കാര്യം തന്നെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ നടന്ന ഒരു കഥയുടെ പിന്നാമ്പുറം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങൾ മാറിയതോ, നമ്മളെ സർക്കാർ സംവിധാനങ്ങൾ മാറിയതോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകുമ്പം ഉണ്ടാകുന്ന അനുഭവങ്ങൾ മാറിയതോ, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പണ്ട് ആരൊക്കെയോ പറഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നെ ഇന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കൃത്യമായ ധാരണയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു 10 വർഷം കൊണ്ട് മറ്റു മേഖലകളിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നോ ആ ഒരു റിട്ടേൺ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിച്ച ആളുകൾ നമ്മുടെ കേരളത്തിലും, അതുപോലെ തന്നെ നിങ്ങൾ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ പലരും, വലിയ സമ്പാദ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തന്നെയാണ്. നിങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സമ്പാദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ വെൽത്ത് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതിസമ്പന്നന്മാരിൽ 99% ആൾക്കാരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചതിയോ ചതിക്കുകയോ വഞ്ചനയോ ഒന്നുമല്ല. ധാരണാ പശുകൊണ്ട്, ആളുകൾക്ക് അറിയാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ അറിയാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിച്ചതുകൊണ്ട് അവരുടെ മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ ഏത് മേഖല വേണം എടുത്ത് നോക്കിക്കും. എല്ലാ മേഖലകളിലും, നിങ്ങൾ കാണുന്ന എല്ലാ മേഖലകളിലും അറിവില്ലായ്മ കൊണ്ട് ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതേപോലെ അറിവില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് സമീപിക്കേണ്ട രീതിയിൽ സമീപിക്കാതെ ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നതിൽ ചെറിയൊരു പോയിന്റ് അവിടെ കറക്റ്റ് ഉണ്ട്. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറ്റം കൊണ്ടല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാൻ അറിയാത്തതുകൊണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങൾക്ക് മലയാളമാണ് അറിയുന്നതെങ്കിൽ മലയാളത്തിൽ പഠിപ്പിക്കാൻ, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിൽ എല്ലാ ഭാഷകളിലും പഠിപ്പിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് നാശമാണ്, നഷ്ടമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സമ്പാദിക്കുന്ന ആളുകളുണ്ട്, നല്ല മാർഗ്ഗമുണ്ട്, ഇതൊരു നല്ലൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ നല്ലൊരു സമ്പാദ്യശീലമാണ്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിലവിൽ ട്രേഡ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഞാനിപ്പം പറഞ്ഞതുപോലെ സമൂഹത്തിന് രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത ആളുകൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടാത്ത ആളുകൾ, അവരെ കൊണ്ട് ഈ കുറ്റം പറയിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് നമ്മളെ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അവർ പറയുന്നതിൽ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഒരുപാട് ആളുകൾ, നമുക്ക് തന്നെ അറിയാം, 95% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ സംഭവിച്ചു? സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ തോന്നിയ രീതിയിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനും പദ്ധതികളും ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ദിവസം കൊണ്ടോ ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ
ചെറിയ കാലം കൊണ്ട് നിങ്ങൾക്ക് അതിസമ്പന്നനാവാനുള്ളതല്ല, നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു കോടീശ്വരനായിട്ട് മാറുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ മാറ്റുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പദ്ധതികളും തെറ്റിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നഷ്ടത്തിലേക്ക് പോയതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ തയ്യാറില്ല. നിങ്ങൾ ആ പറഞ്ഞ പഴയ രീതിയിലേക്ക് തന്നെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായ കണക്കും കാര്യങ്ങളും പറഞ്ഞുതരാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്യും. ആ വീഡിയോയിലൂടെ നിങ്ങൾ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് വേണ്ട ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോ കാണാം, എല്ലാ വീഡിയോയും കാണാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഈ 2 വശത്തിലുള്ള ആളുകൾക്കും കൃത്യമായ ധാരണാപേക്ഷക് ഉള്ളത് മാറി കിട്ടും. നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ നിലവിലുള്ളവർക്കും.